എല്ലാവർക്കും പനിയൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ചുമ അങ്ങോട്ട് മാറുന്നില്ല. അതുകൊണ്ട് ഇന്ന് പോയി ഇച്ചിരി പോത്തിൻ്റെ പതപ്പ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പതപ്പെന്നും പറയും, പതിരെന്നും പറയും. അപ്പോൾ ഇത് നമുക്കൊന്ന് ഞുറുക്കി ഇന്ന് ഒന്ന് വേവിച്ചെടുക്കാം. ഞുറുക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് നല്ലപോലെ ഒരു 3-4 പ്രാവശ്യം കഴുകിയെടുക്കാം. അപ്പം നമ്മുടെ പതിരൊക്കെ നല്ലപോലെ കഴുകി വാരി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി കുക്കറിനകത്തോട്ടിട്ട് ഒരു 3 വിസിലടിപ്പിക്കാം. ഇതിന് നല്ല വേവുള്ള സാധനമാണ്, അതുകൊണ്ട് നമുക്ക് കുക്കറിൽ തന്നെ വെക്കാം. നമുക്കിതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം. ഒരു സ്പൂണും മുളക് പൊടിയും കൂടി ഇടാം. ഇവിടെ ഇരുന്നൊരു 3 വിസിലടിക്കട്ടെ. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഒരു 3 വിസിലടിച്ച് കഴിയുമ്പോൾ തുറന്ന് നോക്കാം. അപ്പം നമ്മുടെ പതിര് വെന്ത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് കോരി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിന് വേണ്ടി സാധനങ്ങളൊക്കെ ഒന്ന് എടുക്കാം. അതിന് വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്ന ഒരു സബോള, 2 കുടം വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി. നമുക്കിതൊന്ന് പൊളിച്ച് അരിഞ്ഞ് എടുത്തുകൊണ്ട് വരാം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും സബോളയൊക്കെ പൊളിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് സബോള ഒന്ന് അരിഞ്ഞെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് നല്ലപോലെ ഇടികല്ലിനകത്തിട്ടൊന്ന് ചതച്ചെടുക്കാം. അടുപ്പിൽ തീ കത്തിച്ച് നമുക്ക് നമ്മുടെ ഉരുളി അടുപ്പിലോട്ട് വെക്കാം. ഇതിലെ വെള്ളമൊക്കെ പറ്റി നല്ലപോലെ ഒന്ന് ചൂടാകട്ടെ. ഇന്ന് ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ചൂടാകട്ടെ. രണ്ട് മുളകും കൂടെ മുറിച്ചിട്ട് കൊടുക്കാം. ഒരു സ്പൂണ് ജീരകവും കൂടി ഇടാം.
സബോള ഇട്ട് കൊടുക്കാം. സവാളയൊക്കെ ഒന്ന് ചുവന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ചുവക്കട്ടെ. നമ്മുടെ സവോളയും ഒന്ന് വഴന്ന് നല്ലപോലെ ചുമന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്കൊരു ഇച്ചിരി വത്തലമുളക് ഇടാം. നേരത്തെ നമ്മൾ പതിരിന് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. അതുകൊണ്ട് ഒരു ശകലം മുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കാം. മുളക് പൊടി കുറച്ചേ ഇടുള്ളൂ. ഇച്ചിരി കുരുമുളക് പൊടിയാണ് നമ്മൾ കൂടുതലായിട്ട് ഇടുന്നത്. ഒരു 2 സ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി അതിൻ്റെ ഏറ്റവും നല്ല ടേസ്റ്റ് വരുന്നത്. മുളകൊക്കെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്കിനി നമ്മൾ വെന്ത് വെച്ചിരിക്കുന്ന പതിരും കൂടെ ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഒരു 10-15 മിനിറ്റ് നേരം കൂടിയെങ്കിലും അടുപ്പാലിരുന്ന് ഇതൊന്ന് വേഗണം. അരപ്പെല്ലാം നല്ലപോലെ ഒന്ന് പിടിച്ച് ഒക്കെ വേണം. അപ്പം നമുക്കിത് ഒന്ന് അടച്ച് വെക്കാം. ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിക്കണ്ട. ചെറിയ തീയിലിട്ട് കുറച്ച് നേരം ഇരുന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. മൂടി വെക്കാം. അടുപ്പിലിരിക്കുന്ന പതിര് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇളക്കി നോക്കട്ടെ. ഇതൊക്കെ വെന്ത് നല്ല റെഡി ആയിട്ടുണ്ട്. ഇത്രയും നേരം മൂടിയല്ലായിരുന്നു. ഇനി ഇച്ചിരി മൂടാതിരുന്നത് നല്ലോണം ഉണങ്ങട്ടെ. ഇപ്പം നമ്മുടെ പതിരൊക്കെ വെന്ത് ഉണങ്ങി നല്ല റെഡി ആയിട്ടുണ്ട്. ഒരു ലേശം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നമുക്ക് ഒന്ന് താത്ത് വെക്കാം. പതിര് ഒലത്തിയത് റെഡി ആയിട്ടുണ്ട്. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.